ചോദിക്കട്ടെ, എല്ലാവരും പഠിച്ചോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ നോക്കട്ടെ. വടിയെടുക്കണോ വേണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. എല്ലാരും ചിരിക്കുന്നുണ്ട്. പഠിച്ചില്ല. എല്ലാവർക്കും ഇമ്പോസിഷൻ. പേര് സ്നേഹ. നേഹ. നേഹ അതാ? സ്നേഹ. നേഹ. എനിക്ക് എല്ലാരും കാണത്തക്ക രീതിയിൽ ചെയ്യാമോ? എല്ലാവരെയും മുഖം കാണുമ്പോഴേ മുഖം കാണുന്ന ജസ്റ്റ് ഒന്ന് ഗാലറി വ്യൂയിലേക്ക് ആക്കിയാൽ മതി സാർ. ജസ്റ്റ് സൈഡിലേക്ക് ആക്കി കഴിഞ്ഞാല് എല്ലാരും കാണാൻ പറ്റും. വ്യൂലല്ലേ? വ്യൂലല്ലേ? വ്യൂല് ഗാലറി വ്യൂ. ഗാലറി എന്ന് പറഞ്ഞിട്ടുണ്ട്. പരമാവധി എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യിച്ചാൽ കൊള്ളാം. അതായത് ഒരു ലൈവായിട്ടാണെങ്കിൽ കുറച്ചുകൂടെ ക്ലാസ് രസകരമാകും. ഇല്ലെങ്കിൽ എന്താ അറിയോ, ഓരോരുത്തർ പേര് വിളിച്ച് വരുമ്പോഴത്തേക്ക് കുറെ സമയം എടുക്കും. അപ്പൊ ഇന്ററാക്ഷൻ ആണ്. അതെ, ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ അത് ഒരു സുഖാവും. അപ്പൊ നമുക്ക് ആരംഭിക്കാം അല്ലേ? ഒരു സ്ഥിരം നമ്മൾ ക്ലാസ് തുടങ്ങുന്നത് ഒരു വാക്യം പറഞ്ഞുകൊണ്ടാണല്ലോ. പ്രിയപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം എന്ന് മുദ്രയിലൂടെ കാണിച്ചുകൊണ്ട് ആരംഭിക്കാം. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഇതെന്ന് കാണിച്ചു? അത് എനിക്ക് ഓർമ്മയില്ലല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോ സ്നേഹം എവിടെ നിന്നാ പോകുന്നത്? മനസ്സിൽ നിന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട. ഇപ്പൊ വെറും പ്രിയപ്പെട്ട അല്ല, 5 ക്ലാസ്സായി. അപ്പം ഏറ്റവും പ്രിയപ്പെട്ട എന്ന് ഞാൻ കാണിക്കുകയാണ്. നമ്മൾ കാണിക്കാറില്ലേ? ഭയങ്കര സന്തോഷമായി നമ്മൾ കാണിക്കാറില്ലേ? അത് കഥകളിലാകുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഏറ്റവും പ്രിയപ്പെട്ട. സ്നേഹം ഇവിടുന്നാണ്. അപ്പം പ്രിയപ്പെട്ട. ഇനി ഇങ്ങോട്ടാണ് സ്നേഹം വേണ്ടതെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിക്കും. അപ്പൊ പ്രിയപ്പെട്ട നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞു? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? എല്ലാവർക്കും. എല്ലാവർക്കും ഞാൻ ജീവിതത്തിൽ കാണിക്കുന്നതാണ്. എല്ലാം കൂടി കാണിക്കാറുണ്ട്. അത് തന്നെയാണ് ഇതെന്താണ്? പേർക്കും. ബഹുവചനം. പേർക്കും. എൻ്റെ നമസ്കാരം. അടുത്തത് ഇന്നലെ. അല്ലെങ്കിൽ കഴിഞ്ഞ, അല്ലെങ്കിൽ പഠിപ്പിച്ച. ഉണ്ടോ? ഓർമ്മ ഉണ്ടോ? അപ്പൊ തിരിച്ചു കാണിച്ചു നോക്കട്ടെ, ഉത്തരം കാണിച്ചു നോക്കട്ടെ. ഓർമ്മ. ബാക്കി എന്താണ്? ഇല്ല. അങ്ങനല്ലേ കാണിക്കാൻ പോകുന്നത്? എനിക്കറിയാം എന്താ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇല്ല എന്നാണെങ്കിൽ ഓർമ്മ ഇല്ല. നമ്മൾ കാണിക്കാറില്ലേ? ഇല്ല കാണിക്കാറില്ലേ? അത് തന്നെ. അതെ, ഇല്ല. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാണിക്കാം. ഇല്ല എന്നും കാണിക്കാം. ഓർമ്മയുണ്ട് എന്നാണെങ്കിൽ രണ്ടുമൂന്ന് പേര് പറഞ്ഞല്ലോ. ഓർമ്മ ഉണ്ട്. ഇതാണ് ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചാൽ മതി, ഉണ്ട്. ഇനി അടുത്ത ഒരു ഉപചാര വാക്ക്. സുഖം. തന്നെ. തന്നെ എന്ന് പറയാറുണ്ട്. അത് തന്നെയാണ് തന്നെ. ആണോ? അപ്പൊ എങ്ങനെ ഉത്തരം പറയാം? ആണ്. അത് അതല്ല, സുഖം തന്നെ ആണ്. ഇപ്പൊ ആണ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ആ ഉത്തരം എന്തോ ചോദിക്കുന്ന ആൾക്കൊരു സുഖം തോന്നില്ല. തന്നെ ഉത്തരം കൊടുക്കുമ്പോ എന്ത് വേണമെന്നറിയോ? തന്നെ. ഞാൻ അന്ന് പറഞ്ഞില്ലേ, നമ്മളൊക്കെ സാധാരണ ചെയ്യുന്നതെന്ന് അറിയോ? സുഖാണോ?
കഴിഞ്ഞു, ഉത്തരം കഴിഞ്ഞു. സുഖമൊന്നും പറയില്ല. പിശുക്കന്മാരും പിശുക്കന്മാരും വാക്കുകൾ. കുഴപ്പമില്ല എന്ന് പറയും. സുഖം എന്ന് പറയില്ല. അപ്പം സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് വേണം? സുഖമാണ് എന്ന് പറയണം. സുഖം ക്വസ്റ്റ്യൻ മാർക്കാണ്. സുഖം സുഖം തന്നെയാണോ എന്ന് ചോദിച്ചാൽ സുഖം തന്നെയാണ്. അപ്പൊ സുഖം തന്നെ ആണ്. സുഖം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഈ ക്ലാസ് സമയത്ത് പുറത്തുനിന്ന് ഗസ്റ്റ് വന്നാൽ ചോദിക്കുന്ന അറിയോ? LKG സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കാറുണ്ടോ? ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ LKG സ്റ്റുഡൻസ് ആണ് എല്ലാവരും. പ്രായകൊണ്ടും അറിവുകൊണ്ടൊക്കെ വളരെ മുകളിലാണെങ്കിലും കഥകളിയിൽ LKG ക്ലാസ്സിലാണ് ഞാൻ പഠിപ്പിക്കുന്നത് പറഞ്ഞു. അപ്പോ നമ്മുടെ ആചാരവാക്ക് അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞു. ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ച മുദ്ര ഏതായിരുന്നു? മുദ്രാഖ്യം. ഇതായിരുന്നു അടിസ്ഥാന മുദ്ര. 24 പറഞ്ഞു. ബേസിക് ലെറ്റേഴ്സ്. അതിൽ രണ്ടാമത്തെ മുദ്രയാണ് മുദ്രാഖ്യം. ഇതുകൊണ്ട് കാണിക്കാവുന്ന മുദ്രകൾ ഞാൻ കാണിക്കാം, പറയുക. പറഞ്ഞില്ലെങ്കിൽ ഇമ്പോസിഷൻ. റെഡി? മനസ്സ്. മനസ്സ്. ചിന്ത. അല്ല. ആഗ്രഹം. അല്ല. സംശയം. സംശയം. മനസ്സിന്റെ മനസ്സാണെങ്കിൽ മനസ്സിന്റെ ചലനം എന്താണ്? ചലിക്കുക. സംശയം ആണോ? ആണ്. അല്ല. ഈ ഒരു ചഞ്ചലത ഉണ്ടല്ലോ. അപ്പൊ ഇതോ? ആഗ്രഹം. ആഗ്രഹം. അപ്പൊ ഇതോ? കുറച്ചും പറഞ്ഞതാണ്. ചിന്ത. ഓർമ്മയുണ്ടോ എന്ന് സുരേഷിനോട് ചോദിച്ച പോലെ, ഓർമ്മയുണ്ടോ ഈ മുഖം ചോദിച്ച പോലെ, ഓർമ്മയുണ്ടോ ഈ മുദ്ര? ഓർക്കുക, ഓർമ്മ, ചിന്തിക്കുക എന്ന മുദ്രയാണ്. ഇനി മറക്കുക. അപ്പോ ഞാൻ ചോദിക്കുകയാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞു കളയരുത്. ഈ മുദ്ര കാണുകയേ വേണ്ട, ഇവിടെ മാത്രം. അടുത്തത് എല്ലാം. പേർക്കുന്നതാണ് ഇതോടെ വേണം. ഇത് ബഹുവചനം. ഇതെന്താണ്? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ആരാണ് ഉത്തരം പറയുന്നതെന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ ടിക്ക് ചെയ്ത് വെക്കുന്നുണ്ടേ. മിണ്ടാതിരിക്കുന്നവർക്കൊക്കെ ഫൈൻ ഉണ്ട്. ഇതെന്താണ്? ഇളക്കം, ചാഞ്ചല്യം. അതെ. ഇതോ? മനസ്സ്. അല്ല. മനസ്സിതാണ്. അല്ല. മനസ്സിൽ നിന്നും. അല്ല. മനസ്സിലേക്ക് എന്താണ് നമ്മൾ പറയാറ്? മനസ്സിലേക്ക് അങ്ങോട്ട് എടുക്കുന്നത് നമ്മൾ എന്ത് പറയും? മനസ്സിലാക്കുക അല്ലെങ്കിൽ അറിവ്. ആ മനസ്സെന്നുള്ള മുദ്ര എന്ത് ചെയ്യുന്നറിയോ? അകത്തേക്ക് അങ്ങോട്ട് എടുത്തുകൊണ്ടോ അറിവ്. ഈ അറിവ് നേടണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? അറിവ് നേടാൻ കണ്ണ് കാണാത്തവനെ പോലെ, ചെവി കേൾക്കാത്തവനെ പോലെ, ഒന്നും അറിയാത്തവനെ പോലെ എല്ലാം അറിയുവാനുള്ള ആകാംക്ഷയുണ്ടെങ്കിൽ അയാൾക്ക് അറിവ് ലഭിക്കും എന്നാണ് പറയുന്നത്. എനിക്കറിയാം പറയണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതോടെ നിർത്തും. അപ്പൊ എന്ത് ചെയ്യുന്നറിയാം? കേൾക്കുക. എന്തെങ്കിലും പുതുതായി എന്തെങ്കിലും അദ്ദേഹം ഞാൻ അറിഞ്ഞതിൽ നിന്നും പുതുതായി എന്തെങ്കിലും അദ്ദേഹത്തിന് അറിയുമോ?
എന്നറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? കണ്ണ് കാണാത്തവരെ പോലെ ചെവി ഒന്നും അറിയില്ല, പറയൂ കേട്ടെ, പുതിയ അറിവുകൾ കിട്ടുമെന്ന് പറയും. അതല്ല എനിക്കിതെല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയാം? അവിടുത്തെ ഭാഗത്തൊന്നും തിരിച്ചു കിട്ടില്ല. അപ്പോ ഇതെന്താണ്? ആ അപ്പൊ ഇതോ? ആ ശ്വാസം ഇതോ? ഇല്ല. ആ ഇല്ല. അതെ. അപ്പൊ ഇതെന്താ? സമുദ്രം. ഈ മുദ്രയോട്, ഇത് തിരമാല എന്നുള്ള മുദ്രയാണ് കേട്ടോ. ഈ ഏറ്റവും എന്നുള്ള മുദ്ര കാണിച്ചാലേ ആ മുദ്ര പൂർണ്ണമാവും. സമുദ്രം എന്ന് കാണിക്കുന്നത് ഇതൂടെ കാണിക്കണം. അതായത് അതിന്റെ ഏറ്റവും അഗാധത, തിരമാലകളുടെ അഗാധത എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതൂടെ കാണിച്ചെങ്കിൽ മാത്രമേ സമുദ്രം എന്നാവും. ഒരു പക്ഷെ ഇങ്ങനെ കാണിച്ചിട്ട് ഇതെന്താണോ ഈ രണ്ടാമത്തെ മുദ്ര? ഇത് തിരമാലയാണെന്ന് മനസ്സിലായി, ഇതെന്താണെന്ന് തോന്നിയിട്ടില്ല എന്ന് തോന്നണ്ട. ഇത് രണ്ടുകൂടെ ചേർത്താണ് സമുദ്രം എന്നുള്ള മുദ്ര. ഇനി ഇതെന്താണെന്ന് ഓർമ്മയുണ്ടോ? ഉറപ്പായും അല്ല. സത്യം അല്ല. തീർച്ചയായും ആരോ പറഞ്ഞല്ലോ കാര്യം. ആ നോട്ട് തപ്പി എടുത്തു. കാര്യം. ഇത് എനിക്ക് തോന്നുന്നു ഹോംവർക്ക് ചെയ്യാനുള്ള സമയമില്ല, അതാണ്. ക്ലാസ്സുകൾ ഇങ്ങനെ ഉള്ളത് കൊണ്ട് എല്ലാം അറിയണമല്ലോ. പക്ഷെ എന്തായാലും അത് വലിയ സന്തോഷമായിട്ടോ ഇങ്ങനൊരു മനസ്സതേ. അത് രമാ സഹദേവ് ചേച്ചി ഉണ്ടല്ലേ, ട്രെയിനിൽ ഇരുന്നാണ് കേൾക്കുന്നത്. അതാണ് ആ ഒരു സ്പിരിറ്റ്, ആ സന്തോഷം. അപ്പൊ ഇതെന്താണ്? അല്ല. ധ്യാനം. അപ്പൊ ഇതെന്താണ്? മുദ്രാഗത്തിൽ തുടങ്ങിയത് ഇതെന്താണ്? മരണം. ഇതോ? നൂല്. അപ്പൊ ഇതെന്താണ്? ഇങ്ങനത്തെ ആനയെ എവിടെയും കാണാൻ കിട്ടില്ല. സ്വർഗം. ആ സ്വർഗത്തിന്റെ അത്ഭുതവും സന്തോഷവും ഒക്കെ കാണിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കാണിച്ചിട്ട് മുഖത്തിന് നരകം കാണിച്ചാൽ സുഖമല്ല. ആ മുഖത്ത് അത്ഭുതവും സ്വർഗത്തിൻ്റെതായ സന്തോഷമൊക്കെ ഉണ്ടാവണം. ഇതെന്താണ്? ഇങ്ങനെ കാണിച്ചാൽ എന്തായിരിക്കും? അഹങ്കാരം. അല്ല. മനസ്സിന്റെ ഇളക്കം എന്തായിരിക്കും? അല്ല. മനസ്സ്, മനസ്സിന്റെ തുള്ളിച്ചാട്ടം എന്തായിരിക്കും? ആ സന്തോഷം. അത് ഇതിൽ തന്നെ ഉണ്ടോ? സന്തോഷം. കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? നിങ്ങൾ എല്ലാവരെയും കണ്ടതിൽ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട് എന്ന് കാണിച്ചിരുന്നു. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ ചോദിക്കുമ്പോഴേ എല്ലാരും ഇങ്ങനെ മുകളിലേക്ക് നോക്കി. എന്റെ അടുത്ത് നോക്കിയാലല്ലേ കുഴപ്പമുള്ളൂ, ഉത്തരം പറയണ്ടു. ഞാൻ കാണിച്ചിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഓർമ്മയുണ്ട്. അപ്പൊ നമുക്കിനി അടിസ്ഥാന മുദ്രയിലെ മൂന്നാമത്തെ മുദ്രയിലേക്ക് കിടക്കാം. കടകം. അതുകൊണ്ടൊരു വാക്ക് കാണിക്കട്ടെ, നമുക്ക് ഉത്തരം പറയും. എന്താണിത്? കൃഷ്ണൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു പോസ്റ്ററാണ്. ആദ്യം ഓടിയെത്തുന്ന രൂപത്തിലാണ് ഇങ്ങനെ. ചിലർ പറയും ഓടക്കുഴൽ എന്ന് പറഞ്ഞു, കാലൊക്കെ കെട്ടി ഓടക്കുഴൽ നിൽക്കും ഇങ്ങനെ. അപ്പൊ എന്താണ്? കൃഷ്ണൻ എന്നുള്ളൊരു പോസ്റ്ററാണ്. അപ്പോ അത് ഈ കൃഷ്ണൻ എന്നുള്ളത് ഇങ്ങനെ കാണിച്ചാൽ വിഷ്ണു എന്നാണ്. വിഷ്ണു, അതായത് നാരദൻ നാരായണ നാരായണ എന്ന് വരാറില്ലേ? നാരായണ എന്നുള്ള മുദ്ര. അതങ്ങോട്ട് ഓർത്താൽ മതി. വിഷ്ണു. ഈ മുദ്ര ഓർക്കണമെങ്കിൽ ചില എളുപ്പ വഴികളാണ്. എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക എന്ന് പറയാറില്ലേ? ഓർത്തിരിക്കാൻ വേണ്ടി പറയുകയാണ് ഇങ്ങനെ നാരായണ നാരായണ എന്ന് പറയുന്ന പോലെ ഉണ്ടോ ആ മുദ്ര? വിഷ്ണു. അപ്പോ ഇത് സ്ത്രീ എന്നാണ് മുദ്ര. സ്ത്രീ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്റെ ഓർമ്മ. എങ്ങനെ കാണിച്ച സ്ത്രീ ഒരു സ്ത്രീ എന്ന മുദ്രയും ഒരു വിഷ്ണുവിന്റെ മുദ്രയും എടുത്താൽ
ഇത് ആരായിരിക്കാം? ലക്ഷ്മി മഹാവിഷ്ണു. ലക്ഷ്മി. ലക്ഷ്മി മഹാവിഷ്ണു. ഇതിനതുപോലെ തന്നെ മുഖത്ത് കാണിക്കുമ്പോൾ ചിരിച്ച് പിന്നെ നല്ല സന്തോഷമായിട്ട് വേണം. അല്ലാതെ മൂദേവി ആവരും ഇങ്ങനെ ദുഃഖമായിട്ടുണ്ട്. എന്ത് വേണം? ശ്രീദേവി ആവണം. അപ്പം ലക്ഷ്മി ദേവി ഇതെന്താണ്? കിരീടം. 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 ഇതോ? മൂക്കുത്തി. കമ്മൽ. അല്ല. ഉണ്ടല്ലോ. അപ്പൊ ഇതോ? ആഭരണങ്ങൾ. മോതിരം. മോതിരം. വള. വാച്ച് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. B.Ed കോളേജ് ക്ലാസ്സിന് ചെന്നപ്പോ ഒരു വാച്ച് കൃഷ്ണൻ ശ്രീരാമനോട് ശ്രീരാമോ അങ്ങനെ ചിന്ത പോകാത്തണ്ടാണ്. ഇപ്പം അങ്ങനെ ചിന്തയുള്ളവരായതുകൊണ്ടാണ് അത് വള എന്ന് പറഞ്ഞത്. അപ്പൊ അരയിൽ കാണിക്കുകയാണെങ്കിൽ എന്ത് പറയാം? അല്ലെങ്കിൽ മഞ്ഞപ്പെട്ട്. അല്ലെങ്കിൽ ഒഡ്യാണ്ടോ അങ്ങനെയാണ് ഇപ്പോഴത്തെ. കാലിന് കാണിക്കുകയാണെങ്കിലോ? പാദസരം. അപ്പൊ ഇതോ? നമ്മളെ ഈ അധ്യാപകരൊക്കെ ആണെങ്കിൽ ക്ലാസ്സിൽ നിന്നിട്ട് മണം, നാറ്റം എന്നൊക്കെ പറഞ്ഞാണല്ലോ. ഈ തെക്കോട്ടൊക്കെ പറയാറുണ്ട്. ചില അധ്യാപകരെ പറയാറുണ്ട് വാട എന്ന് പറയും. ചിലർ പറയും അത് അങ്ങനെ വന്നാൽ അതിന്റെ നമ്മുടെ സംസ്കൃതത്തിന്റെ ഗതപ്പെ പോയി. നമുക്ക് നല്ലൊരു വാക്കുണ്ട്. എന്താണ്? സുഗന്ധം. വളരെ മനോഹരമായ ഒരു വാക്കുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ കാണിച്ചപ്പോ B.Ed കോളേജിലും TTയിലൊക്കെ ക്ലാസ് ചെയ്യുമ്പോൾ അവർ പറയും മൂക്കിപ്പൊടിയാണ് അത്രയും. അപ്പൊ ഇതെന്താണ്? മുദ്ര ഒന്ന് തന്നെയാണ്. മാറ്റം വന്ന എവിടം കൊണ്ടാ? നാറ്റമല്ല, മുഖത്തെ മാറ്റം വന്നു. ഇനി ഇതെന്താണ്? കൈയൊക്കെ ഇങ്ങനെ അതെ. നമ്മൾ കിടക്കുമ്പോഴേ നമ്മൾ കൈയൊക്കെ നീട്ടി വെച്ച് തലയിൽ കൈ ഇങ്ങനെയൊക്കെയാണല്ലോ കിടക്കാറ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ഇത് ഉറങ്ങുക, ഉണരുക. അടുത്ത ഏറ്റവും ഇഷ്ടപ്പെട്ട മുദ്രയാണ് സ്വർണം. സ്വർണം കാണിച്ചാൽ അതായത് ആ മാറ്റി ഉരച്ചു നോക്കില്ല, അത് ഓർത്തിരുന്നാൽ മതി. ഓർത്തിരിക്കണമെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇങ്ങനെ ഉരച്ചു നോക്കുക. സ്വർണം. അങ്ങനെയാണെങ്കിൽ സ്വർണത്തിന്റെ കുട്ട പറയുന്ന ഒരു ലോഹമുണ്ട്. എന്താണ്? വെള്ളി. അത് വെള്ളി. അപ്പൊ ഇത് വെള്ളി. ഇനി സ്വർണവും വെള്ളിയും ചേർന്ന് കമിഴ്ത്തിയും മലർത്തിയും പിടിച്ചാൽ ധനം എന്ന് പറയാം. ധനം കൊടുത്താൽ എന്ത് കിട്ടും? ധനം കിട്ടും. അപ്പൊ സ്വർണം, വെള്ളി, മാറ്റിയും തിരിച്ചും ചോദിക്കും ഞാൻ. എക്സാമ്പിൾ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സംശയം ഇത് ഏതാണാവോ? നമ്മൾ എപ്പോഴും പ്രവൃത്തി നമുക്ക് എഴുതാറുണ്ട്, പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നമുക്ക് സംശയമാവും. പ്രവൃത്തിയാണോ പ്രവൃത്തിയാണോ സംശയമാവും. എന്നതുപോലെ ഒന്നുകൂടെ കാണിക്കാം. അപ്പൊ ഇതോ? തിരിച്ചും മറിച്ചും. അതെ. രണ്ടും മലർത്തി പിടിച്ചാൽ വെള്ളി, രണ്ടും കമഴ്ത്തി പിടിച്ചാൽ സ്വർണം. ഒന്ന് മലർത്തി ഒന്ന് കമഴ്ത്തിയും പിടിച്ചാൽ ധനം. അതെ. അപ്പൊ ഇതെന്താണ്? കണ്ണാടി. കണ്ണാടി. ഇത് സ്ത്രീയാണെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ? ഈ സ്ത്രീയെ ഞാൻ സുന്ദരിയാക്കട്ടെ. സെക്കൻഡ് മതി. ഇതിപ്പോ ഇങ്ങനെ കാണിക്കുമ്പോ ഇത് എന്താണോ ഈ മുദ്ര? ഒരു മുദ്ര കാണിച്ചിട്ട് സ്ത്രീയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ സുന്ദരിയാക്കാൻ പോവാണ്. കഥകളിയിൽ സെക്കൻഡ് മതി ഒരു സ്ത്രീയെ സുന്ദരിയാക്കാൻ. ജീവിതത്തിലാണെങ്കിലോ 1-2 മണിക്കൂർ എടുക്കും. അത് പറയാൻ 10 മണിക്ക് പോണെങ്കിൽ ഏകദേശം ഒരു 7 മണിക്കെങ്കിലും മാത്രമേ. 8 മണി പോരെ, 7 മണിക്ക് 2 മണിക്കൂറെങ്കിലും മിനിമം വേണം കുട്ടി എടുക്കാൻ.
അപ്പം ഇപ്പോഴൊക്കെയാന്ന് പറയാം സ്കൂളിൽ കുട്ടികൾ വരെ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടാണ് ചെയ്യുന്നത്. ആ ആരുടെ ചുണ്ട് നോക്കിയാലും 4 വയസ്സായ പിള്ളേര് വരെ. എല്ലാവരുടെയും ചുണ്ട് ചുവന്നായിരിക്കുന്നത്. പണ്ടൊക്കെ മുറുക്കിയിട്ടായിരുന്നു ചുമക്കുന്നത്. അങ്ങനല്ല, എല്ലാവരുടെയും അല്ലാതെ തന്നെ ചുവപ്പിച്ച് ഉള്ള ഈ വിഷമൊക്കെ അകത്തേക്ക് കയറ്റുകയാണ് ഇങ്ങനെ. ഓരോ പ്രാവശ്യവും ഇങ്ങനെ ആക്കുമ്പോഴും ഓരോ പ്രാവശ്യം അകത്തേക്ക് ചെയ്യും. അത് പോയി. അപ്പൊ ഈ സ്ത്രീയെ സുന്ദരിയാക്കാൻ പോവാണ്. മുഖത്തെ എക്സ്പ്രഷൻ. കാൽഭാഗേ പറ്റൂ. കാരണം എന്താ അറിയോ, ഈ സ്ക്രീനുള്ളിൽ നിന്ന് വേണം കാണിക്കാൻ. കൈകൾ ഒതുക്കി, കാല് കാണില്ല. കാലും കൂടെ കണ്ടാലേ പൂർണ്ണമായിട്ടും സുന്ദരിയായി തോന്നും. എന്താ കാര്യം എന്നറിയോ? ലജ്ജ. കാലുകൾ നഖം കൊണ്ട് വരയ്ക്കുക. വരയ്ക്കും. അതായത് പഴയ സുന്ദരിമാരൊക്കെ നാണം വരുമ്പോ വിരൽ നഖങ്ങൾ കൊണ്ട് നിലത്ത് റാ വരച്ച് വൃത്തിയിലാക്കി വെക്കായിരുന്നു. അവിടെയൊക്കെ അവിടെ നിന്ന സ്ഥലം കുഴിഞ്ഞു പോകും. കാരണം എന്താ പറയുക, റാ വരച്ചു. ആ പഴയ ഒരു പാട്ടുണ്ട്, ഒരു ലളിതഗാനം ഉണ്ട്. ഒരു നാണത്താൽ വിരൽ നഖ ചിത്രങ്ങളെഴുതുമ്പോൾ നാണിച്ചു നിന്നൊരാ ശാലീനതേ. അതായത് നാണം കൊണ്ട് വിരൽ നഖങ്ങൾ കൊണ്ട് നീ റാ വരച്ച് നിന്നപ്പോൾ ശാലീനത നാണിച്ചു നിന്നു എന്നാണ് പറയുന്നത്. അപ്പോ ഇതെന്താണ്? ബാങ്കിൽ പോയിട്ട് അങ്ങനെ പൂണൂല്. അല്ല, പൂണൂൽ വേറെ അർത്ഥത്തിലാണ് വരുന്നത്. ഒരു കൂടെ വീണ വീണ. വീണ 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 ഇതെന്താണ്? ഓലക്കുട. തമ്പുരു ഓലക്കുടയാകാം, കുടയാകാം. കുളിക്കുക. അല്ല കുളിക്കല്ല, കുട. നമ്മളെ കുട പിടിച്ചു പോകുമ്പോഴേ നമ്മൾ ശരീരം ഒന്ന് ഒതുക്കി നമ്മൾ കുട പിടിച്ച് ഇങ്ങനെ പോകുന്നവരെ കാണാൻ അപൂർവം. കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ നിവർന്ന് കാണാം, ഇങ്ങനെ ഒതുക്കി പിടിക്കും. ഉള്ളിൽ ശരീരത്തെ ഒതുക്കി നിർത്താൻ വേണ്ടി ചെയ്യുന്നതാണ് അങ്ങനെ. ഇനി ഇത് ഇങ്ങനെ കാണിച്ചാൽ പൂവ്. പൂവ് താഴെ വീഴ. അല്ല, മഴ, ഇല്ല, താഴെ വീണില്ല, മഴയല്ല, പൂക്കള്, ഇങ്ങനെ കാണിച്ചാൽ എന്തായിരിക്കാം? അല്ല, ഹോമിക്കുക. കണ്ടിട്ടുണ്ടോ? ഈ യാഗകുണ്ടത്തിലേക്ക് നെയ്യും ഒക്കെ ഇങ്ങനെ ഹോമിക്കുന്നതാണ്. കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ കാണിച്ചാൽ ആവനാഴി. അമ്പുകളൊക്കെ ശേഖരിക്കുന്ന സ്ഥലം ആവനാഴി. ഇങ്ങനെ ഇങ്ങനെ കാണിച്ചത് ഇങ്ങനെ കാണിച്ചാൽ താമരയല്ല, കരിങ്കൂവളപ്പൂ. കേട്ടിട്ടുണ്ടോ? കാമദേവന്റെ 5 അസ്ത്രങ്ങളാണ്. ഏതൊക്കെയെന്ന് പറഞ്ഞു ഓർമ്മയുണ്ടോ? പറഞ്ഞിരുന്നോ? ഇല്ല. കാമദേവന്റെ 5 അസ്ത്രങ്ങൾ ഏതൊക്കെ? അരവിന്ദം, ചൂതം, നവമാലിക, നീലോൽപ്പലം. നീലോൽപ്പലം എന്ന് വെച്ചാൽ കരിങ്കൂവളപ്പൂ എന്നും പറയാറുണ്ട്. ഈ വയലേലകളിൽ കാണുന്ന ഒരു പൂവാണ്. ഇത് അധികം ആരും കണ്ടില്ല. ഒന്നുകൂടെ പറയാം: അശോകം, അരവിന്ദം, ചൂതം. അശോകം എന്ന് പറഞ്ഞാൽ അശോകപ്പൂ, അറിയാലോ. അരവിന്ദം താമര, ചൂതം തേന്മാവിന്റെ പൂവ്, നവമാലിക മുല്ലപ്പൂ. അതുകൊണ്ടാണ് വിവാഹത്തിനൊക്കെ മുല്ലപ്പൂ ചൂടാനുള്ള കാരണം എന്താണ്? കാമദേവന്റെ അസ്ത്രങ്ങളിൽ ഒന്നാണത്. അതിന്റെ സ്മെല്ല് വരുന്ന വല്ലാത്തൊരു ആകർഷണീയതയാണ്. 5 നീലോൽപ്പലം അല്ലെങ്കിൽ കരിങ്കൂവളപ്പൂ ആണ്. അപ്പം കാമദേവന്റെ വില്ല് എന്താണെന്ന് പറയാൻ പറ്റുമോ? 5 അസ്ത്രം പറഞ്ഞല്ലോ. കരിമ്പ്. പക്ഷെ പരിണയം എന്നൊരു സിനിമയില് കവി നായകനെ കൊണ്ട് പറയിക്കുകയാണ്, നായികയോട് പറയുക: 5 ശരങ്ങളും
ചിരി മൊഴി സാധകമാക്കി. അതായത് കാമദേവൻ തന്റെ 5 അസ്ത്രങ്ങളും പോരാഞ്ഞിട്ട് നിന്റെ ചിരിയും കൂടി നിന്റെ ചിരി കൂടി ഇങ്ങോട്ട് എടുത്തു അസ്ത്രമാക്കിട്ടോ 6ാമതൊരു അസ്ത്രമാക്കി എന്നാണ്. എന്തൊരു അല്ല, ഇന്നത്തെ പോലെ വേണ്ട ഈ കാണുന്നോളുമാരൊന്നും വേണ്ട എന്നുള്ള പാട്ടൊന്നും അല്ലല്ലോ. എന്താ അടുത്ത മുദ്ര, 2 മുദ്രകൾ നമുക്ക് വീട്ടിൽ പ്രയോഗിക്കാം. രഹസ്യമായിരിക്കണം, ആരോടും പറയരുത്. ഭാര്യമാർ ഉള്ളവർക്ക് ഞാൻ പ്രത്യേക മുദ്ര പറഞ്ഞുതരാം, ഭർത്താക്കന്മാർക്ക് മറ്റൊരു മുദ്രയും പറഞ്ഞുതരാം. ആദ്യം രാക്ഷസൻ. നോക്കി സ്ത്രീജനങ്ങളൊക്കെ നിശബ്ദമായി. ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് ഞങ്ങളെ, പക്ഷെ വീട്ടിൽ പറയരുത്, കാണിച്ചു കൊടുക്കരുത് ഈ മുദ്ര. രാക്ഷസി എന്നാണ്. അപ്പം അതിനു മുമ്പ് വേറെ കാണിക്കാം, രാക്ഷസൻ. അപ്പൊ ഇതിന്റെ ഈ ഒരു മുദ്രയും സ്ത്രീ എന്ന ഒരു മുദ്രയോട് ചേർത്തിട്ടാണ് ഇത് കണ്ടോ, രാക്ഷസി ഉണ്ടാവും. ഇങ്ങനെ കാണിച്ചാൽ രാക്ഷസൻ. മുഖമൊക്കെ അങ്ങനെ അരിയണം, ചിരിച്ചുകൊണ്ട് കാണിച്ചാൽ രാക്ഷസനാകില്ല. അപ്പൊ ഇതെന്താണ്? ഒന്ന് പ്രയോഗിച്ചു നോക്കണം. എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ ഉത്തരവാദിയല്ല, പക്ഷെ കാര്യം കിട്ടാൻ വഴിയില്ല, കാരണം കാര്യം മനസ്സിലാകില്ല. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിന് സന്തോഷമാകുകയും രാക്ഷസ വിളിച്ചില്ലെങ്കിൽ വിളിച്ചല്ലോ, അതൊന്നും മനസ്സിലായിട്ടില്ല, നമ്മുടെ മനസ്സിൽ സന്തോഷമാവും. തിരിച്ച് കാണിച്ചു കൊടുത്താൽ, ഇത് രണ്ടും കാണിച്ചു കൊടുത്താൽ ഏറ്റുമുട്ടേണ്ടി വരും. ഇതെന്താണ്? അസ്ത്രം. ഇതെന്താണ്? പാല്. അതെ അതെ. അപ്പൊ ഇതെന്താണ്? അതെ, നമ്മൾ കുളത്തിലൊക്കെ കുടിക്കുമ്പോഴേ മൂക്കൊക്കെ പൊത്തിയിട്ട് മൂക്കിൽ വെള്ളം അതാണത്. ഇപ്പൊ കുളത്തിലൊന്നും കുളിയില്ല, കുളത്തിൽ കുളിച്ചാൽ പിറ്റേന്ന് അസുഖം വരും. ഇനി ഇങ്ങനെ കാണിച്ചാൽ നൃത്തം. ഇത് സ്ത്രീ എന്നുള്ള മുദ്രയും ഉണ്ടോ, നൃത്തം ചെയ്യുക. സ്ത്രീകൾക്കാണല്ലോ ഇപ്പൊ നൃത്തം കൂടുതൽ പ്രാധാന്യം. ഇങ്ങനെ കാണിച്ചാൽ എന്തായിരിക്കാം? ഇത്രയും മുദ്രകളാണ് ഘടകത്തിലുള്ളൂ. അപ്പൊ ഒന്നുകൂടെ കാണിക്കട്ടെ. എത്രയും ആണല്ലോ, പറയാൻ റെഡിയാണല്ലോ. വിഷ്ണു, ലക്ഷ്മി, മോതിരം, കാലില് കാണിച്ചാൽ ഉണർന്നു. സ്വർണം കാണിച്ചാൽ അടുത്തത് വെള്ളി തന്നെ മനഃപൂർവ്വം ഞാൻ തെറ്റിച്ചാണ്. അപ്പൊ ഇതോ കണ്ണാടി,
താമര ഇത് മറക്കല്ല ഞങ്ങൾ അല്ലേ? രാക്ഷസൻ മറക്കും. ഇത് ഞങ്ങൾ ഓർത്തിരിക്കും. ചേട്ടാ, സതീശ് ചേട്ടാ, ഓർത്ത് വെച്ചേക്കണേ. നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. കുറെ പേര് വീഡിയോ കാണാനില്ല, മുഖം കാണാനില്ല. എല്ലാവരും ഒന്ന് മുഖം കണ്ട ഒരു സന്തോഷ ക്ലാസ്സിന്. നമ്മൾ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന പ്രതീതി വരും. അതെ, വരട്ടെ പ്രത്യക്ഷപ്പെടട്ടെ. എന്തൊരു സന്തോഷം മുഖം കാണുമ്പോഴേ. നമുക്കൊരു ക്ലാസ്സിനൊരു സുഖം തോന്നില്ല. സ്ക്രീൻ ഇങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത സന്തോഷമാണ്. ഇനി ഒരു രണ്ട് മൂന്നെണ്ണോട് ഫില്ല് ചെയ്യാനുണ്ട്. വരട്ടെ, നിറഞ്ഞിരിക്കട്ടെ. 112 പേരുണ്ട്. അതില് കുറച്ചു പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ. അടുത്തത് പനിയാണ് സാറേ, അതാ വരാത്ത. സുന്ദരി അല്ല, സുന്ദരി ഡാൻസ് മറന്നു. ഇങ്ങനെ കാണിച്ചാൽ അമ്മ, അത് ഇങ്ങനെ കാണിച്ചാൽ കുട്ടി, ഇങ്ങനെ കാണിച്ചാൽ സീത. സീത നമ്മളൊരു താലോലിക്കുന്ന പോലെ തോന്നില്ലേ ഒരു കുട്ടിയെ? സീത എന്നാൽ എന്താണ്? ലോകമാതാവാണ് സീത. അപ്പൊ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ഇങ്ങനെ ആക്കിയത്. രണ്ടും ഘടകം തന്നെ ഉണ്ടോ ഇങ്ങനെ. അപ്പോ ഇങ്ങനെ കാണിച്ചാൽ അമ്മ, ഇങ്ങനെ കാണിച്ചാൽ കുന്തി, ഇങ്ങനെ കാണിച്ചാൽ സീതാദേവി. സംശയമില്ലല്ലോ? ഇതൊക്കെ ഇങ്ങനെ തിരിച്ചു മറിച്ച് ചോദിക്കട്ടെ, എന്താണ്? സീതാദേവി അമ്മ. അടുത്ത ക്ലാസ്സിൽ ഈ 2-3 ചോദ്യങ്ങൾ ഉണ്ടാവും. സ്വർണം, വെള്ളി, ധനം. അമ്മ, സീത, കുന്തി. ഇത്രയും മുദ്രകളാണ്. പിന്നെ ഒന്നുകൂടെ കാണിച്ചില്ല, ഇത് കാണിച്ചില്ലല്ലോ. ഇനി കഥകളിൽ പച്ചവേഷം എന്ന് കേട്ടിട്ടുണ്ടോ? പച്ചവേഷം. വേഷങ്ങൾ 5 തരമാണ്. പച്ച, കരി, താടി, 5 വിധത്തിലാണ് കഥകളി വേഷങ്ങൾ തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ പച്ചവേഷം സ്വാഭാവിക ചോദ്യം വരും, എന്തിനാണ് ഈ പച്ച നിറമാക്കിയത്? വേറെ വെള്ളയാക്കി കൂടായിരുന്നു ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇതാണ്. ഒന്ന്, പച്ച നന്മയുടെ പ്രതീകമാണ് പച്ച. അതായത് പ്രകൃതിയുടെ നിറം പച്ചയാണ്. അപ്പോ ഈ പച്ചവേഷം ശരിക്കും നല്ല സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്കായിരിക്കും. സൽ സ്വഭാവികള കഥാപാത്രങ്ങൾക്കാണ് പച്ചവേഷം. ധർമ്മപുത്രൻ, ഭീമൻ, അർജുനൻ. ഭീമൻ അത്ര നല്ല ആളൊന്നും അല്ല എന്ന് പറയാം, പക്ഷെ അങ്ങനെയല്ല, അവരൊക്കെ അടിസ്ഥാനപരമായിട്ട് നല്ല ആൾക്കാരാണ്. കർണൻ, ഇങ്ങനെയുള്ള വേഷങ്ങൾക്കൊക്കെ പച്ചവേഷമാണ്. അപ്പൊ പച്ച നന്മയുടെ പ്രതീകമാണ്. 1. 2, ഭാവത്തെ പൂർണ്ണമായി പുറത്തേക്ക് പ്രകടമാക്കാൻ ഏറ്റവും നല്ല നിറം പച്ചയാണ്. ഭാവം പ്രകടിപ്പിച്ചാൽ അത് കൃത്യമായി ആസ്വാദകൻ എളുപ്പമാർഗം ഈ പച്ച നിറമാണ്. 3, പച്ച വളരെ കൂളാണ്. പച്ച തണുപ്പാണ്. വല്ലാത്തൊരു സുഖം മനസ്സിൽ തരും ഈ പച്ച നിറം കാണുമ്പോൾ. 4, രാത്രിയിൽ വരുന്നവർക്ക് അധികം കാണാൻ സാധിക്കാത്ത നിറങ്ങളിൽ ഒന്നാണ് പച്ച. രാത്രി എവിടെയെങ്കിലും പച്ച കാണാൻ പറ്റുമോ? ഇല്ല, മൊത്തം കറുപ്പാണ്, അല്ലെങ്കിൽ മഞ്ഞ നിറം ലൈറ്റ് ആയിരിക്കും. അപ്പോൾ കാണാത്തതൊന്ന് കാണുമ്പോഴുള്ള മനസ്സിന്റെ ഒരു സുഖമുണ്ടല്ലോ, ഒരു ആകർഷണീയത ഉണ്ടല്ലോ, അതാണ്
ഈ പച്ച ആക്കാനുള്ള കാരണം. അടുത്ത 5, വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിറങ്ങളെ തീരുമാനിച്ചത്. വെളിച്ചം വരുമ്പോൾ, വിളക്കിന്റെ ആണെങ്കിലും ലൈറ്റിന്റെ ആണെങ്കിലും വെളിച്ചം വരുമ്പോൾ ഈ പച്ച നിറം കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ എന്നുള്ളത് കൊണ്ടാണ് ഈ പച്ച നിറമാക്കിയത്. ഒന്നുകൂടെ പറയട്ടെ, പച്ച നന്മയുടെ പ്രതീകമാണ്. ഭാവത്തെ പൂർണ്ണമായി പ്രകടമാക്കാൻ പച്ചയ്ക്ക് സാധിക്കുന്നു. പച്ച തണുപ്പാണ്. രാത്രിയിൽ വരുന്നവർക്ക് അധികം കാണാൻ സാധിക്കാത്ത നിറമാണ് പച്ച. വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിറങ്ങളെ തീരുമാനിച്ചത്. ഇത്രയും കാര്യങ്ങളാണ്. ഇത് അടുത്ത ക്ലാസ്സിൽ ചോദ്യം ഉണ്ടാകും. എല്ലാവരും മിടുക്കന്മാരും മിടുക്കിമാരുമായി പഠിച്ച് മാർക്ക് നേടുക. ഇല്ലെങ്കിൽ അടി വാങ്ങാൻ തയ്യാറാകുക, അല്ലെങ്കിൽ ഓപ്പോസിഷൻ തയ്യാറാകുക. അപ്പൊ ഇനി നമുക്ക് രാഗപരിചയത്തിലേക്ക് കടന്നാലോ. ഇന്നത്തെ രാഗം കാപ്പി എന്നാണ് രാഗത്തിന്റെ പേര്. കാപ്പി. നല്ല സമയത്താണ് എന്തായാലും അല്ലേ. അപ്പോ ഈ രാഗം കഥകളിയിൽ ഒരു പ്രശസ്തമായ ഒരു പദമുണ്ട്. വസവസൂദാ മമ നിലയേ സുഖം ബാഹുക സാധുമദേ സുഖം ബാഹുക സുഖമുള്ള, ചെവികൾക്ക് ഏറ്റവും കേൾക്കാൻ സുഖമുള്ള ഒരു രാഗമാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ മറ്റൊരു പദമുണ്ട്. നല്ലാരി മണി മൗലി കല്യാണി കാതരാക്ഷി വല്ലാതെ വനത്തിൽ നീ വാഴുന്നതെന്നേ. അതായത് കാട്ടിൽ വസിക്കുന്ന സീതയോട് സന്യാസി രൂപത്തിൽ വന്ന രാവണൻ ചോദിക്കുകയാണ്. അത് ഈ രാഗത്തിലാണ്. അതുപോലെ തന്നെ ദുര്യോധനവധം കഥയിൽ ധർമ്മപുത്ര ശകുനിയോട് പറയും കള്ളച്ചൂത് കളിക്കരുത് എന്ന് പറയുമ്പോൾ ശകുനിയുടെ മറുപടിയാണ് ചതി കൊണ്ടെന്തൊരു ഫലമീ ചൂതിൽ ചപലത ഇങ്ങനെ ചൊല്ലരുതേ നീ. ഇത് കാപ്പിലാണ്. ഇത് ഭക്തിഗാനത്തിലേക്ക് വരുമ്പോ എന്നത്തവം ചെയ്തനേ യശോദ എന്നത്തവം ചെയ്തനേ യശോദ എങ്ങും നിറൈ പരബ്രഹ്മം അമ്മ എന്തഴയ്ക്ക എന്നത്തവം ചെയ്തനേ. എന്താ അർത്ഥമുള്ള പാട്ടാണെന്നറിയോ? കവി യശോദയോട് ചോദിക്കുക, കൃഷ്ണന്റെ വളർത്തമ്മയോട് ചോദിക്കുകയാണ്, ഈ ലോകം നിറഞ്ഞ പരബ്രഹ്മത്തെ കയ്യിലെടുത്ത് പാലൂട്ടി താരാട്ടുപാടാൻ യശോദയെ നീ എന്ത് തപസ്സാണ് ചെയ്തത്? 7 ഭുവനങ്ങൾ സൃഷ്ടിച്ചവനെ കയ്യിലെ അല്ലെങ്കിൽ എങ്ങും നിറഞ്ഞ പരബ്രഹ്മം അമ്മ എന്ന് വിളിക്കാൻ എന്റെ യശോദയെ നീ എന്ത് തപസ്സാണ് നീ ചെയ്തത്? ഹൗ യു ആർ ലക്കി, അൺബിലീവബിൾ. വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക്. എന്തൊരു ഭാഗ്യം നിന്റെ. എന്നിട്ട് പറയാണ് ബ്രഹ്മാവിനും ഇന്ദ്രനും അസൂയ തോന്നിപ്പിക്കുമാർ ഉരലിൽ കെട്ടി വായ്പൊത്തി കെഞ്ചിപ്പിച്ച യശോദയെ നീ ഇതിനു വേണ്ടി കഴിഞ്ഞ ജന്മ എന്ത് തപസ്സാണ് ചെയ്തത് എന്നാണ്. എന്തർത്ഥമുള്ള പാട്ടാണെന്ന് അറിയുമോ? ഇന്നത്തെ പോലെ ഉള്ള പാട്ടുകളല്ല. അപ്പോ ഈ സിനിമയിലേക്ക് വരുമ്പോ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു, ആരും തുറക്കാത്ത പൂമുഖവാതിൽ അന്യനെ പോലെ ഞാൻ നിന്നു സന്യാസിനി. അതോടൊപ്പം തന്നെ കരിമിഴിക്കുരുവിയെ
കണ്ടില്ല നീ ചിരിമൊഴി ചിലമ്പൊലി കേട്ടില്ല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല കാവിൽ വന്നില്ല പൂരം കണ്ടില്ല മായ കൈകൊട്ടും പൂരവും കേട്ടില്ല. ഇതും ഈ രാഗത്തിലാണ്. അതുപോലെ തന്നെ ഇന്നലെ എന്റെ നെഞ്ചിലെ മൺവിളക്കൂതിയില്ലേ കാറ്റൻ മൺവിളക്കൂതിയില്ലേ ഓരിരുൾക്കാവിന്റെ മുറ്റത്തെ മുല്ല പോൽ ഒറ്റയ്ക്കു നിന്നില്ലേ ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ. അതോടൊപ്പം തന്നെ തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം ആകാശ പൊന്നാലി നിലകളിൽ ആയത്തിൽ തൊട്ടേ വരാം. കേട്ടിട്ടുണ്ടോ ഈ പാട്ടുകള്? എല്ലാവരുടെയും മുഖത്ത് നോക്കിയാലേ ഏതൊക്കെയോ പാട്ടുകൾ പാടുന്നുണ്ട്, ഏതാണെന്ന് അറിയാൻ വയ്യ. ഇല്ല, പഴയ പാട്ടൊക്കെ പാടിയാൽ കൊള്ളായിരുന്നു. ശരി, പഴയത് പാട്ട് പാടാം. ഒന്നെണ്ണം. മൗന സരോവര ആകെയുണർന്നു സ്നേഹമനോരഥ തേകമുണർന്നു കനകാംഗുലിയാം തമ്പുരു നീട്ടും സുരസുന്ദരിയാം യാമിനി പോലും പാടുകയായി മധുഗാനം മായാ മൗന സരോവരം ആകെ ഉണർന്നു. അതോടൊപ്പം തന്നെ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീ സ്വപ്നം കാണാറുണ്ടോ. അതുപോലെ തന്നെ യദുകുലരതി ദേവ എവിടെ രാധേ യദുകുലരതി ദേവനെവിടെ നീലപ്പീലി തിരുമുടിയെവിടെ നീലപ്പീലി തിരുമുടിയെവിടെ മിണ്ടാതിരിക്കുമോ കണ്ണൻ മിണ്ടാതിരിക്കുമോ കണ്ണൻ. കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട രാഗമായിട്ട് നമുക്ക് തോന്നിക്കാം. കൃഷ്ണന്റെ പാട്ടുകളെല്ലാം ഈ രാഗത്തിലാണ്. ഒരു ഭക്തിഗാനമുണ്ട്. കണ്ണനെ കണി കാണാൻ കണ്ണന്റെ കളി കാണാൻ കണ്ണടച്ചുറങ്ങേണം നിമ്മല കണ്ണടച്ചുറങ്ങേണം. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? പഴയ ഹിറ്റ് പാട്ടാണ്. അതുപോലെ തന്നെ എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ തട്ടമിട്ടു ഞാൻ കാത്തുവച്ചൊരൻ മുല്ലമുട്ടിലൂറും അത്തറൊന്നു വേണ്ടേ അത്തറൊന്നു വേണ്ടേ നല്ല കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ. അതുപോലെ തന്നെ കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന കാറ്റിനെ മറക്കാൻ പൂവാങ്കുരുന്നിലാകുമോ തൊട്ടു തൊട്ടു കരയുന്ന കരയെ പിരിയാൻ കടലിന്റെ കനനിൽ ആകുമോ. അതുപോലെ മുറ്റത്തെ മുല്ലേ ചൊല്ലു കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ. അതുപോലെ സ്വരകന്യകമാർ വീണമേറ്റുകയാൽ
കുളിരോളങ്ങൾ പകർന്നാടുകയായി തങ്കരഥമേറി വന്നു പൂന്തിങ്കൾ പൂങ്ങണിയ സുഹൃതവനിലാരോ പാടു ആശംസ മംഗളമായി സ്വരകന്യകമായി വീണമീട്ടുകയായി. അതുപോലെ വരമഞ്ഞളാടിയ രാവിന്റെ മാറി ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. നിമിനീരമെന്തിനു തേങ്ങി നിലാവിൽ വിരഹമെന്നാലും മയങ്ങി. പുലരിതൻ ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി അവളെ പനി മലരാക്കി. മറ്റൊരു ഗാനമുണ്ട്. വാർത്തിങ്കളുദിക്കാത്ത വാസന്തരാത്രി എന്തിനീ അഷ്ടമംഗല്യം പൂമണം മായുനീ ഏകാന്തശയ്യയിൽ എന്തിനീ അനംഗമന്ത്രം വിരൽ തൊടുമ്പോൾ പിടയുന്ന വീണേ ഇനി എനിക്കാരാണോ നീയല്ല ഇനി എനിക്കാരാണോ. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അതുപോലെ തന്നെ സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗദ്ഗതമായി മനസ്സിലലിയും ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. ഇതോടൊപ്പം തന്നെ ഒരു ഭക്തിഗാനമുണ്ട്. ഭക്തിഗാനത്തിൽ പഴയൊരു പാട്ടുണ്ട്. വാനത്തിൻ പൂങ്കവിളിൽ മൂവന്തിച്ചോപ്പു നിറം വനമാലി തൻ കവിളിൽ എന്തിലകത്തിൻ സിന്ദൂരം എന്തിനാണഴകന്റെ പ്രിയ തോഴി എന്നോ രാധ കൊഞ്ചി ചോദിച്ചു സഖിയോടാ. തമിഴ് പാട്ടുണ്ട്. കാതൽ റോജാവേ എങ്കെ നീ എങ്കെ കണ്ണീർ വഴിയുകളെ കണ്ണേ കണ്ണുക്കുൾ നീതാൻ കണ്ണീരിൽ നീതാൻ കൺമൂടി പാർത്താൻ നെഞ്ചുക്കുൾ നീതാൻ എന്നാനതോ ഏതാനതോ சொல் சொல் ஆ ആ ആ ആ. അതോടൊപ്പം തന്നെ കണ്ണേ കലൈമാനെ കണ്ണിമയിലെന്ന് കണ്ണേ നുയിനാനേ. അതോടൊപ്പം തന്നെ ഭക്തിഗാനമുണ്ട്. ചന്ദന ചാച്ചിത നീലകളീവരം എന്റെ മനോഹര മേഘം കായാമ്പൂവിലും എന്റെ മനസ്സിലും കതിർമഴ പെയ്യുന്ന മേഘം ഇത് ഗുരുവായൂരിലെ മേഘം. ഇത്രയും ഗാനങ്ങളാണ് കാപ്പിയിലുള്ളത്. അപ്പൊ ഞാൻ ഒരു വാക്യം കാണിച്ചുകൊണ്ട് നിർത്തട്ടെ. നിങ്ങളെ എല്ലാം
പേരെയും ബഹുവചനം. കണ്ടതിൽ, ഇത് കാണുക, ഇത് ഇൽ, കണ്ടത് ഇൽ. എനിക്ക് ഏറ്റവും സന്തോഷം. ഇത് ഈ സന്തോഷത്തിന്റെ ആട്ടം, ഇത് ഇങ്ങനെ ചലനം കൂടണമെങ്കിൽ എന്ത് വേണമെന്നറിയാം? എല്ലാവരും വീഡിയോ ഓൺ ആക്കണം, എല്ലാവരും നല്ല ഉത്സാഹമായിട്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താ അറിയാം? ഏറ്റവും സന്തോഷം നല്ലപോലെ കാണിക്കും. സന്തോഷം ഉണ്ട്. ഇത് ഫുൾ സ്റ്റോപ്പ്.